തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വ്യാജ വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് ജനപ്രതിനിധിയായി തുടരുന്നുവെന്ന് ആരോപിച്ച് ആലുവ എംഎൽഎ അൻവർ സാദത്തിനെതിരെ ഡിജിപിക്ക് പരാതി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ 10ാം ക്ലാസ് ജയിച്ചതായി വ്യാജരേഖ ചമച്ചുവെന്നാണ് പരാതിയിലെ പ്രധാന ആരോപണം. വിവരങ്ങളുമായി രേഷ്മ ബാബു ഉണ്ട് കൊച്ചിയിൽ നിന്ന്. രേഷ്മ, എന്തൊക്കെയാണ് ഈ അൻവർ സാദത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ? വളരെ ഗുരുതരമാണ്. നമ്മൾ പ്രാഥമികമായി ഇങ്ങനെ പറയുമ്പോൾ തന്നെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് അടക്കം വ്യാജമായി നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? രാഖി വിനോദ്, ആലുവ സ്വദേശിയായിട്ടുള്ള രാഹുൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അൻവർ സാദത്തിനെതിരെ DGPക്ക് പരാതി നൽകിയത്. അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ അൻവർ സാദത്ത് ഈ SSLC പാസ്സായി അല്ലെങ്കിൽ SSLCക്ക് വിജയിച്ചിട്ടുണ്ട് എന്ന തരത്തിലായിരുന്നു സത്യവാങ്മൂലം നൽകിയത്. പക്ഷേ 2026 സത്യവാങ്മൂലം നൽകിയതിൽ ഫെയിൽഡ് എന്നാണ് കാണിക്കുന്നത്. അതായത് ആലുവ SNDP ഹയർ സെക്കൻഡറി ഹൈസ്കൂളിൽ നിന്ന് താൻ SSLC ഫെയിൽഡായി 93 കാലഘട്ടത്തിലാണ് അവിടെ SSLC പഠിച്ചത് എന്ന തരത്തിലായിരുന്നു അൻവർ സാദത്തിന്റെ സത്യവാങ്മൂലം. ഇത്തരത്തിൽ വ്യാജ വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചുകൊണ്ടാണ് MLA സ്ഥാനത്ത് തുടരുന്നത്. ഇതിൽ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രാഹുൽ എന്ന് പറയുന്ന ആലുവ സ്വദേശി DGPക്ക് പരാതി നൽകിയിട്ടുള്ളത്. ഇതിൽ റൂറൽ SP-യോട് അന്വേഷണം നടത്താനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ചില ആവശ്യങ്ങൾ കൂടി ഈ രാഹുൽ ഉന്നയിച്ചിട്ടുണ്ട്. ഈ പരാതിയിൽ കേസെടുത്തുകൊണ്ട് FIR ഇട്ടുകൊണ്ട് നടപടികൾ സ്വീകരിക്കണം. മാത്രമല്ല 2011 മുതൽ ആലുവ നിയോജക മണ്ഡലത്തിൽ നിന്നുമുള്ള MLA ആണ് അൻവർ സാദത്ത്. അതുകൊണ്ട് തന്നെ അന്നൊക്കെ ഈ 2021 ജയിച്ചു എന്ന് പറയുന്ന 10ാം ക്ലാസ് ജയിച്ചു എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് 2026 ജയിച്ചിട്ടില്ല എന്ന് പറയുന്നത്? ഇത് വ്യാജരേഖ ചമയ്ക്കലാണ്. മാത്രമല്ല സർക്കാരിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും തെറ്റിദ്ധരിപ്പിച്ചു. അതുകൊണ്ട് BNS പ്രകാരവും IT ആക്ട്, പോലീസ് ആക്ട് പ്രകാരവും കേസെടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് ഇക്കാര്യത്തിൽ കടക്കണമെന്നുള്ളതാണ് ആലുവ സ്വദേശിയുടെ പരാതിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. മാത്രമല്ല അന്വേഷണം നടത്തി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും വേണം. കൂടാതെ ഈ 2011 മുതൽ ഉള്ള MLA എന്നുള്ള സ്ഥാനത്ത് തുടർന്നുകൊണ്ട് എത്രയൊക്കെ ശമ്പളം വാങ്ങിച്ചിട്ടുണ്ട്, ആ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തിരിച്ചു ഈടാക്കണം, സർക്കാർ തിരിച്ചു ഈടാക്കണം എന്നുള്ള ഒരു ആവശ്യവും പരാതിക്കാരൻ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിലൊരു അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് DGP റൂറൽ SP-ക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഉണ്ടാകുക. എന്തായാലും രാഹുൽ ചോദിക്കുന്ന ഒരു ചോദ്യം പ്രസക്തമാണ്. അതായത് 2021 SSLC പാസ്സായി എന്ന് പറയുന്നു, 2026 ആയപ്പോൾ ഫെയിൽഡ് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് സാധൂകരിക്കുന്ന തെളിവുകൾ കൂടി ഈ പരാതിക്കാരൻ പരാതിക്കൊപ്പം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലാണ് വ്യാജ വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് ആലുവ MLA അൻവർ സാദത്ത് ഈ വെട്ടിലായിരിക്കുന്നത് എന്നുള്ളതാണ് വലിയ ഗുരുതരമായ പരാതിയാണ്. DGPക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. 10ാം ക്ലാസ് ജയിച്ചു എന്ന് വ്യാജരേഖ ചമച്ചുവെന്ന് ഈ പരാതിയിൽ പ്രധാന ആരോപണമായി ഉന്നയിച്ചിട്ടുണ്ട്. രേഷ്മ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.